ഹലോ ഓൾ, ഇത് സിനി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 26/2024 ഇറങ്ങിയ സിനിമയാണ് ഉള്ളൊഴുക്ക്. ക്രിസ്റ്റോ ടോമിയാണ് പടം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളതും എഴുതിയിട്ടുള്ളതും. സുഷിൻ ശ്യാമാണ് മ്യൂസിക്. ലീഡിങ് റോൾ ചെയ്തിട്ടുള്ളത് ഉർവശി ചേച്ചി പാർവതിയാണ്. എന്നാ പടമായത് എന്ന് വെച്ചാൽ ഒരു ഫാമിലി ഇമോഷണൽ പ്യുവർ ഡ്രാമയാണ് ശരിക്കും സിനിമ. പക്ഷെ ഒരു ഡ്രാമ ആകുമ്പോഴും അതിനകത്ത് അതിന്റെ സ്റ്റാൻഡേർഡിനോ ക്വാളിറ്റിക്കോ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസിനോ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിനോ ഒരു രീതിയിലുള്ള ഒരു കോംപ്രമൈസും പടം വരുത്തിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാം. ഇതിന്റെ ആർട്ട് ആണെങ്കിലും ഇതിന്റെ എഡിറ്റിംഗ്, സിനിമാറ്റോഗ്രാഫി, കളറിങ്, എല്ലാ രീതിയിലും എല്ലാ ടെക്നിക്കലിയും പടം ടോപ്പായിട്ട് തന്നെ നിൽക്കുന്ന ഒരു സിനിമയാണ് ഉള്ളൊഴുക്ക് എന്ന് പറയുന്നത്. ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു കഥ എടുക്കുകയാണെങ്കിൽ ചെറിയൊരു കഥയാണ്. നായിക പ്രണയത്തിലാണ്, മറ്റൊരാളെ കല്യാണം കഴിക്കുന്നു, ജീവിതം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നു, ഭർത്താവ് വയ്യാതാകുന്നു, മെഡിക്കൽ റീസൺ കാരണം വയ്യാതാകുന്നു. ആ സമയം നായിക പഴയ കാമുകന്റെ കുഞ്ഞിനെ ഗർഭിണിയാകുന്നു. ഇത് വീട്ടിൽ അറിയുന്നില്ല. ഒരു പോയിന്റിൽ ഭർത്താവ് മരിച്ചു പോകുന്നു. പിന്നെ ഉള്ള കാര്യങ്ങളാണ് സിനിമയുടെ ഒരു കോർ എന്ന് പറയാനായിട്ട്. ഞാൻ ഇതിങ്ങനെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോയെങ്കിലും ഇതിൻ്റെ അകത്ത് കുറേ കോംപ്ലക്സ് ആയിട്ടുള്ള കുറേ ഇമോഷനും കാര്യങ്ങളെല്ലാം വന്നു പോകുന്നുണ്ട്. ഇതൊക്കെ കൈകാര്യം ചെയ്തു പോകുന്ന ആ ഒരു രീതിയാണ് ഭയങ്കര അടിപൊളിയാണ്. എടീ, ഒരു പെർഫോമൻസ് ഒക്കെ പറഞ്ഞാൽ ഈ ഗോഡ് മോഡ് ഓൺ എന്നൊക്കെ പറയത്തില്ല, അതാണ് ഉർവശി ചേച്ചിയും പാർവതി അതിനകത്ത് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഒരു ചെറിയ കാര്യങ്ങൾ ഇവർ കൺവേ ചെയ്യുന്ന രീതിയാണല്ലോ, ഒരു ചെറിയ ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ ഇവർ കൺവേ ചെയ്യും നമ്മളെ. ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. എന്താ വെച്ചാൽ ഒരു റൗണ്ട് ടേബിൾ, അവിടെ 5-6 പേര് ഇരിപ്പുണ്ട്. ഒരാൾ ഉർവശി ചേച്ചിയാണ്. ഉർവശി ചേച്ചി ആ പോയിന്റിൽ അഭിനയിക്കാൻ പോകുന്ന സീൻ ഡയറക്ടർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ചേച്ചി ഇതിന് മുന്നത്തെ സീനിൽ ചേച്ചി കുറേ കാര്യങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കണ്ടു, കുറേ കാര്യങ്ങൾ കണ്ടു. അപ്പോൾ ആ ടേബിളിൽ ഇരിക്കുമ്പോഴാണ് ചേച്ചിക്ക് ഇത് കണക്റ്റ് ആവുന്നത്. ചേച്ചി ഇങ്ങനെ ആ സീൻ ഈ സീനും മറ്റേതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുമ്പം ചേച്ചിക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പം ചേച്ചിക്ക് മനസ്സിലാവും കാര്യങ്ങൾ നല്ല രീതിയിലേക്കല്ല പോകുന്നത്, വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷനിലുള്ള കാര്യങ്ങൾ പോകുന്നത് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ചേച്ചി അവിടെ ഇരുന്നൊരു അഭിനയമുണ്ട്. 1 മിനിറ്റ് താഴെ, ഒരു 30 സെക്കൻഡ് അതിന്റെ താഴെ ഉള്ളൂ സീൻ. എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് മനസ്സിലായി എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു സീനുണ്ട്. ചേച്ചി ഇങ്ങനെ എന്താ പറയുക, ചേച്ചി ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു സീനുണ്ട്. ഇപ്പം കാര്യങ്ങൾ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് ഒരു ഫിഗറിൽ കൊണ്ടുവന്നൊരു സീൻ. അതൊക്കെ അതൊരു 2 മണിക്കൂർ സിനിമയിൽ ഒരു 30 സെക്കൻഡ് ആണത്. അപ്പൊ അതുപോലെ 2 മണിക്കൂർ സിനിമയിൽ ഇവരുടെ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, അത് ഒട്ടും കോമ്പീറ്റബിൾ അല്ലാത്ത രീതിയിൽ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര, നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഇത് ശരിക്കും സിനിമ തന്നെയാണോ അതോ ഇവരിങ്ങനെ സീൻ ഇങ്ങനെ ഏഹ്, സീ- ശരിക്കും നടക്കുന്ന ഒരു സീനിൽ നിന്ന് ഇവർ ഷൂട്ട് ചെയ്താണെന്നൊക്കെ തോന്നും. അതുപോലെ ഇവര് അഭിനയിക്കുകയല്ല, ജീവിക്കുകയാണെന്നൊക്കെ പറയത്തില്ല. അതാണ് ശരിക്കും നമ്മൾ കൊടുക്കുന്ന സിനിമയ്ക്കകത്ത് ഒരു നമുക്ക് കാണേണ്ടതായിട്ടുള്ള കുറെ കാഴ്ചകൾ. ഈ സിനിമയ്ക്കായിട്ട് നമ്മൾ തിയേറ്ററിൽ പോയിട്ട് അനുഭവിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതൊക്കെയാണ്. പെർഫോമൻസിനെ പറ്റി പറയാതെ അല്ലാതെ ഈ സിനിമയെ പറ്റി ഒരു കാര്യം പറയാൻ പറ്റത്തില്ല. അപ്പം പെർഫോമൻസ് വളരെ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടാൻ പറ്റിയ രീതിയിലുള്ള പെർഫോമൻസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് സിനിമയിൽ വന്നു പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ആർട്ട് കണ്ടിന്യൂവേഷൻ ഒക്കെ പോകുന്നതാണ്. ഒരു ഒരു ആലപ്പുഴ സൈഡ് സ്ഥലമാണ് ശരിക്കും പടത്തിന്റെ ലൊക്കേഷൻ. അവിടെ ഈ ഒരു വെള്ളപ്പൊക്ക മഴ ഉള്ള സമയത്താണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ അത് കാരണം അടക്കൊക്കെ നീണ്ടു നിൽക്കുന്നതും നീണ്ടു പോകുന്നതും ഈ വെള്ളപ്പൊക്കം ഉള്ളത് കൊണ്ട് ആണ്. ഇപ്പം ഉർവശി ചേച്ചിയുടെ മകനാണ് മരിച്ചു പോകുന്നത്. അപ്പോൾ ഉർവശി ചേച്ചിക്ക് ഒരു നിർബന്ധമുണ്ട്, സ്വന്തം മകനെ സ്വന്തം പള്ളി കല്ലറയിൽ തന്നെ അടക്കണം എന്നുള്ളൊരു നിർബന്ധം ഇങ്ങനെ പറയുമ്പോഴത്തേനും ഇപ്പം കല്ലറ എല്ലാം വെള്ളം കയറി കിടക്കും, വെള്ളം കയറി കിടക്കുന്ന സ്ഥലത്ത് അടക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഇതൊക്കെ കാണിച്ചു പോകുന്ന ആർട്ടിന്റെ ഒരു ബെസ്റ്റ് സൂപ്പർ വർക്ക് തന്നെയാണ് ആ പടത്തിൽ ആർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ടെക്നിക്കൽ സൈഡ്, സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ് എല്ലാം അടിപൊളിയായിട്ട് തന്നെ അവരുടെ മികച്ച ഒരു വർക്ക് തന്നെയാണ് സിനിമ നമ്മളെ തിയേറ്ററിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ BGM, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സുഷിൻ ശ്യാമിന്റെ കോമ്പോസിഷൻ വരുമ്പോഴത്തേനും ഉണ്ടല്ലോ, ഓരോ സീനും നമ്മൾ ശ്രദ്ധിക്കുകയില്ല, മ്യൂസിക് ഇങ്ങനെ വന്നു പോകണം, സീനിലോട്ട് ഇഴുകി ചേരുന്ന രീതിയിലുള്ള മ്യൂസിക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് സുഷിൻ ശ്യാം ചെയ്തു വെച്ചിട്ടുള്ളത്. സുഷിൻ ശ്യാമിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു രീതിയിലുള്ള കോംപ്രമൈസും പറയാൻ പറ്റില്ല. പുള്ളി ചെയ്തിട്ടുള്ള എല്ലാ വർക്കും അങ്ങനെ തന്നെയാണ്. സിനിമയെ അറേഞ്ച് ചെയ്യുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ തന്നെയാണ് സുഷിൻ ശ്യാം. അപ്പൊ അതുപോലെ തന്നെ ഡയറക്ടറിന്റെ കാര്യം ഒന്നും എടുത്തു വരേണ്ട ആവശ്യമില്ല. ക്രിസ്റ്റോ ടോമി എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. അറിയാൻ സൈനോട് കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് ക്രിസ്റ്റോ ടോമി. ക്രിസ്റ്റോ ടോമി എന്ന ഡയറക്ടറിനെ അങ്ങനെ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്തുമാത്രം കഴിവുള്ള കപ്പാസിറ്റി ഉള്ള ആളാണെന്ന് നമുക്കറിയാം. അപ്പൊ അതുപോലെ തന്നെ ഈ സിനിമ ശരിക്കും ഒരു ഫാമിലി ഇമോഷണൽ ഡ്രാമ ആവുമ്പോഴും ഇതിന്റെ സിനിമാറ്റിക് എക്സ്പീരിയൻസ് വളരെ സൂപ്പർ തന്നെയാണ്. ഒരു അടിപൊളി തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ പടം ഗ്യാരണ്ടി ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ പറ്റുന്ന ഒരു നല്ല ഒരു കണ്ടന്റ് ആണ്, അല്ലെങ്കിൽ ഒരു 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 ഐറ്റം ആണ് ഉള്ളൊഴുക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ സിനിമാ പേരിനോട് വരുമ്പോഴത്തേനും ഈ സിനിമയുടെ ഒരു ട്രെയിലറിനകത്ത് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒളിപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞ ഒരു സാധനം. ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ പേര് ഈ സിനിമയോട് എന്തുമാത്രം നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോഴത്തേനും ആ ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ പേര് ഇതിനെ വളരെ ബെസ്റ്റ്
ഓപ്ഷൻ തന്നെയാണെന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ ഒരു ആറോ പുഴയോ കാണുമ്പോഴത്തേനും ഇങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള നമ്മളാളും പറയും, എടാ പുറത്തുനിന്ന് കാണുമ്പോഴത്തേനും ഇങ്ങനെ ചുമ്മാതെ ഒഴുകുന്നുണ്ടെന്നുള്ളൂ. അടിയൊഴുക്ക് ഭയങ്കരമായിരിക്കും. ചാടിയാൽ കിട്ടത്തുമില്ലാത്ത അത്ര രീതിയിലുള്ള അടിയൊഴുക്കായിരിക്കും എന്ന് പറയും. അപ്പൊ അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യന്റെ കാര്യം. ഉള്ളിലൊക്കെ എന്നൊക്കെ വിഷമങ്ങളോ സങ്കടങ്ങളോ ദുഃഖങ്ങളോ അല്ലെങ്കിൽ വേദനകളൊക്കെ ഇട്ടായിരിക്കും ഒരു മനുഷ്യൻ ജീവിക്കുന്നത്. പക്ഷെ അത് പുറത്ത് വരുമ്പോഴത്തേനും പുറത്ത് കാണിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല എപ്പോഴും. മുഖത്തൊരു ചിരി വെച്ചുകൊണ്ട് ഉള്ളിൽ കരയുന്ന ഒരുപാട് ആൾക്കാരെ നമുക്കറിയാം, നമ്മൾ പേഴ്സണലി അറിയുന്നവരുണ്ട്. അപ്പൊ ആ ഒരു ഉള്ളിലുള്ള ഒരു വിഷമത്തെയാണ് ഇതിലെ ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഇപ്പൊ ഈ സിനിമയ്ക്കകത്ത് വരുമ്പോഴത്തേനും അവര് പുറത്ത് കാണുന്ന ആ ഒരു സംഭവമല്ല, ഇതിന്റെ ഉള്ളിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഇമോഷൻസ് ഇങ്ങനെ ഇതുവഴി എല്ലാം ഇങ്ങനെ നടപ്പുണ്ട്. അപ്പൊ ആ ഇമോഷൻസിന്റെ ആണ് ശരിക്കും ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം മറ്റൊരാളുടെ പഴയ കാമുകന്റെ കുഞ്ഞിനെ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ ഈ അമ്മയ്ക്കാണെ മുടിഞ്ഞ സ്നേഹമാണ് മകളോട്. അപ്പൊ അങ്ങനെയുള്ള ഒരു അമ്മയുടെ അടുത്ത് ഇങ്ങനെയുള്ളൊരു കാര്യം ഇങ്ങനെ എങ്ങനെ പറയാൻ പറ്റും? അപ്പൊ ചതിക്കാൻ പറ്റില്ല. അപ്പൊ ഇവർക്ക് ആണെങ്കിൽ നായികയ്ക്ക് വേണമെങ്കിൽ ഇയാളുടെ മകനാണെന്ന് തന്നെ വേണം പറയുകയൊക്കെ ചെയ്യാം. പക്ഷെ ആ ഒരു പോയിന്റില് പുള്ളിക്കാരിയുടെ ഒരു പുള്ളിക്കാരിയുടെ എന്ത് പറഞ്ഞപ്പോ ഒരു ഒരു മനസ്സിനെ പുള്ളിക്കാരിക്ക് അങ്ങനെ കള്ളം പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കണ്ട. അങ്ങനെ ഒരു കള്ളം പറഞ്ഞിട്ട് വേണ്ട ഇവർക്ക് ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളൊരു പോയിന്റിലാണ് ഇവരുടെ ഒരു വിഷമം കാര്യങ്ങളെല്ലാം കിടക്കുന്നത്. ഇപ്പൊ അങ്ങനെ ഒരു കാര്യം വരുമ്പോഴത്തേനും ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ ഈ സിനിമയ്ക്ക് വളരെ യോജിച്ച ഒരു ടൈറ്റിൽ തന്നെയായിട്ട് എനിക്ക് തോന്നിയത്. എല്ലാവർക്കും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ പറ്റുന്ന ഒരു തിയേറ്ററിൽ മസ്റ്റ് വാച്ച്. ഇപ്പൊ എനിക്കൊന്ന് ഡ്രാമ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ്. എന്ന് നിന്റെ മൊയ്തീനെ കണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പടം കണ്ട് കണ്ണെന്ന് അറിയാതിരിക്കുകയല്ല. അപ്പൊ അതുപോലെ തന്നെ ഉള്ള ഒരു എന്ന് നിന്റെ മൊയ്തീനോട് വരുമ്പോൾ അത് കുറച്ചുകൂടെ ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു മൂവിയാണ്. പക്ഷെ ഇത് പ്യുവർ ഡ്രാമ തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എനിക്കറിയത്തില്ല. പ്യുവർ ഡ്രാമ, ഫാമിലി ഇമോഷണൽ ഡ്രാമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ് ഉള്ളൊഴുക്ക് എന്ന് പറയുന്നത്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിൽ കമന്റ് രൂപേണ അറിയിക്കുക. തെറി പറയാതിരിക്കുക. അപ്പം ഓക്കെ, ബൈ.